യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. സത്യ, നീ ആദ്യം ഷോപ്പിലേക്ക് വെക്കോ. ഞാൻ ബാങ്കിലൊന്ന് പോയതിനു ശേഷം അങ്ങോട്ട് വരാം. എന്നിട്ട് നീ ഓഫീസിൽ പോയാൽ മതി. ഏട്ടൻ ബാങ്കിൽ നിന്ന് വരുന്ന വഴി ഒന്ന് ഓഫീസിൽ കയറിയാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല. പിന്നെ പ്രതിഭ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. എന്നാ പിന്നെ രണ്ടാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. എല്ലാം അവൾ ഒറ്റയ്ക്കങ്ങ് നോക്കി നടത്തട്ടെ. അമ്മ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നേ? ബിസിനസ് കാര്യം നോക്കാൻ ഏട്ടന്മാർക്ക് അറിയില്ല. അത് വേണ്ടാത്ത പോലെ നോക്കാത്തോണ്ടല്ലേടി ഞാൻ ഇടപെടുന്നത്. എന്റെ ഒരു കണ്ണും കൂടി ഉള്ളതുകൊണ്ടാ ഇതുവരെ ഒന്നും തട്ടാതെ മുട്ടാതെ നടന്നു പോകുന്നത്. അല്ലാതെ ഇവരുടെ മാത്രം എടുക്കൊണ്ടൊന്നും അല്ല. സമ്മതിച്ചു. പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ കണക്കും ബില്ലുകളൊക്കെ ഉള്ളതാ. അതുകൊണ്ട് ഒരു സ്റ്റാഫ് മൊത്തം കാര്യങ്ങൾ ചെയ്താലേ അവിടെ ഒരു അഴിമതി നടക്കില്ല. എന്നാലും ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ചു കൊടുത്താലേ അതെല്ലാം അവളുടെ കഴിവ് കൊണ്ട് ഉണ്ടായതാണെന്നൊരു അഹങ്കാരം അവൾക്കുണ്ടാവും. അത് വേണ്ട. നമ്മുടെ വേണുട്ടൻ ഭാര്യയാണല്ലോ. വേണുവിന്റെ മോക്ക് കല്യാണം ഉണ്ടെന്ന് കേട്ടു. ക്ഷണിക്കാൻ വന്നായിരിക്കും. കേറി വാ വേണുട്ടാ, വാ. നമസ്കാരം ഇന്ദിര. നമസ്കാരം. വേണുട്ട ഇരിക്കെ. സത്യൻ കട തുറക്കാൻ പോയില്ലേ? ഇപ്പൊ ഇറങ്ങുമായിരുന്നു. വിശേഷമൊക്കെ ചേച്ചി അറിഞ്ഞു കാണുമല്ലോ. വേണുവിന്റെ പെങ്ങളെ ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞു. വരുന്ന 6-ാം തീയതി മോളുടെ കല്യാണമാ. തലേന്ന് വീട്ടിൽ വെച്ച് പാർട്ടിയുണ്ട്. എല്ലാരും കുടുംബസമേതം എത്തണം. അല്ല, കല്യാണം ഗുരുവായൂർ വെച്ചല്ലേ? ഗുരുവായൂർ വെച്ച്. അതിപ്പോ അധികം പേരൊന്നും പോവില്ലല്ലോ. ശരിയാ. തലേ ദിവസം വീട്ടിൽ എന്തായാലും വരും. മതി മതി മതി. കല്യാണത്തിന് എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ഇന്ദ്രനും അനുപമയെങ്കിലും വരണം. അല്ല, അനുപമ എവിടെ? അവളെ കൂടി ഇങ്ങ് വിളിക്ക്, ഞാൻ നേരിട്ട് പറയാം. അത് അനു ഇവിടെ ഇല്ല ചേച്ചി. അവള് അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുക. എന്തു പറ്റി? മാഷിന് അസുഖമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അവള് വെറുതെ പോയതാ. 2 ദിവസം കഴിഞ്ഞ് വരും. എന്നാൽ അവള് വരുമ്പോ ഞങ്ങള് പ്രത്യേകം ക്ഷണിച്ചതായി പറഞ്ഞേക്ക്. പറയാം. സോന, നിന്നോടും കൂടിയാ, എന്തായാലും വരണം. ശരി ആന്റി. സോനെ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അയ്യോ, ഒന്നും വേണ്ട. വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഒരുപാട് വീട് കയറാനുള്ളതാ. എന്നാ ശരി ഇന്ദിര. ആയിക്കോട്ടെ, പോട്ടെ. ഇറങ്ങട്ടെ. ശരി. നീ ചെല്ല്. അല്ല, ഇന്ദ്രനവിടെ നിന്നേ. എന്താ അമ്മേ? അല്ല, നീ എന്താ അവരോട് പറഞ്ഞത്? അത് എന്താ അമ്മേ? നിനക്ക് ഓർമ്മയൊന്നുമില്ലല്ലേ? ആ സുജാത അനുപമ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ അവരോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അമ്മേ? അതാ 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞേ. അല്ലാതെ നിന്റെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞു പോയതൊന്നും അല്ല അമ്മേ. എടാ, എന്തിനാണ് നീ എന്റെ മുമ്പിൽ അഭിനയിക്കുന്നേ? നിനക്ക് നിന്റെ ഭാര്യയും കൂടി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറഞ്ഞാ പോരെ? നീ നിന്റെ ഭാര്യയെ 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോ. എനിക്കും എന്റെ മോക്കും അതിലൊരു പ്രശ്നവും ഇല്ല. പക്ഷേ അവൾ ഇങ്ങോട്ട് പുറപ്പെടും മുമ്പ് ഞങ്ങൾക്ക് 2 പേർക്കും വല്ല കാശിയിലോ രാമേശ്വരത്തോ 2 ടിക്കറ്റും കൂടെ എടുത്തു വെച്ചക്കടാ.
ഞങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നേക്കാം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അനുപമയെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുമെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? വേറെ ആരോടാ പറയേണ്ടത്? നീ ആ സുജാതയോട് എന്റെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താ? ഉഫ്, എന്റെ അമ്മേ, അവരോട് ആ സമയത്ത് അങ്ങനെയല്ലാതെ ഇവിടുത്തെ കുടുംബവിശേഷം പറയാൻ പറ്റുമോ? അവർ അനുവിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ, അത് തന്നെയാടാ ഞാനും പറഞ്ഞത്. കുറച്ചു ദിവസമായിട്ട് നിന്റെ മനസ്സിലേ അവൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാ. അത് പറയാനൊരു അവസരം കിട്ടിയപ്പോ നീ അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏട്ടന്റെ ഭാര്യയും മകനും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഏട്ടൻ ആഗ്രഹിച്ചൂടെ? നീ പോടാ ചെറുക്ക അവിടുന്ന്. നിന്നോട് ആരാ ചോദിച്ചേ? ഞാൻ എന്റെ മൂത്ത മോനോടാ സംസാരിക്കുന്നേ. നീ അതിൽ തലയിടണ്ട. നീ എന്താ ഇതിലൊന്നും മിണ്ടാത്തെ? എന്താ നീ ഇവനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയോ? ആയിക്കോടാ, ആയിക്കോ. എന്നെയും എന്റെ മോളെയും ആരൊക്കെ തള്ളി പറഞ്ഞാലും നീ ഞങ്ങളെ വിട്ടുകൊടുക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ ആ പ്രതീക്ഷയും പോയി. മോളെ സോനെ, നിന്നെ ആ അനാഥാലയത്തിൽ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വലിയ തെറ്റായിപ്പോയി. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാടി. ഇനി എനിക്കും കൂടിയേ ഇനി അവിടെ വല്ല തൂപ്പുകാരുടെ ജോലിയും കിട്ടുമെന്ന് നോക്കാം. നമുക്ക് രണ്ടുപേർക്ക് ഇനിയുള്ള കാലം അവിടെ കഴിയാം. അമ്മേ, ദയവ് ചെയ്ത് ഇങ്ങനൊന്നും പറയല്ലേ. ഇതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആഹാ, ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാടാ പറയുന്നേ. ഇനി നിന്നെയും നിന്റെ ഭാര്യയും പിരിച്ചു എന്ന അപഖ്യാതി കൂടി തലയിലെടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് വയ്യ. നിങ്ങളിവിടെ സുഖമായിട്ട് ജീവിച്ചോ, ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു നിൽക്കാം. മോളെ, അവനും അവന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഒക്കെ ഇവിടെ വന്ന് ആർമാദിച്ച് കഴിയട്ടെ. നമ്മളൊന്നിനും ഒരു തടസ്സമുണ്ട. നീ വാ, നമുക്കിപ്പൊ തന്നെ ഇറങ്ങിക്കൊടുക്കാം. അമ്മേ, 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 എന്റെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വീണ് പോയതിന്റെ പേരില് അമ്മ ഇത്രയും വലിയ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാനാ പറയുന്നേ, അമ്മയുടെ സമ്മതമില്ലാതെ ഒരാളും ഈ വീട്ടിൽ കാലെടുത്ത് കുത്താൻ പോകുന്നില്ല. അമ്മയും സോനയും വിഷമിപ്പിച്ചുകൊണ്ട് ഈ ഇന്ദ്രൻ ഒരു കാര്യം ചെയ്യില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കേ. നീ സത്യവാനോടായി പറയുന്നേ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ വിശ്വസിച്ചാ ഞങ്ങൾ ജീവിക്കുന്നത് പോലും. എനിക്കറിയാം അമ്മേ, ആ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ അമ്മ സംസാരിക്കുമ്പോഴാ എനിക്ക് വിഷമം. ബാക്കി ഒന്നും എനിക്കൊരു പ്രശ്നമല്ലമ്മേ. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞേ ഈ ഇന്ദ്രന് ലോകത്ത് ആരും ഉള്ളൂ. ഇനിയെങ്കിലും അമ്മ ഒന്ന് വിശ്വസിക്കേ. കഷ്ടം. ഓ